നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, കത്തോലിക്ക സമുദായത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഈ സംവിധാനങ്ങളെ പോസിറ്റീവായിട്ട് കാണുക എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ അവരവിടെ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമൊന്നുമില്ല. നമ്മളുടെ സംവിധാനങ്ങൾ ഉണരണം. നമ്മളുടെ ഏറ്റവും താഴെ തട്ടിൽ നിന്നുള്ള നമുക്ക് പൾസ് കിട്ടണം. ഇടവക തലത്തിൽ നിന്നുള്ള പൾസ് രൂപതയിലേക്കും, രൂപതാ തലത്തിൽ നിന്ന് അതിന്റെ മേൽത്തട്ടുകളിലേക്കും ഒക്കെ പോയി നമുക്ക് ആരെയും ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നുമല്ല. നമുക്ക് 2047 ഇവിടെ ക്രൈസ്തവ രാജ്യവും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് എഴുതപ്പെട്ട ഭരണഘടന അനുസരിച്ച് നമ്മുടെ നാടിന്റെ മൂല്യം അനുസരിച്ച് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ അറിയുകയും അത് പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഒരിക്കലും ഒരാളെയും ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് തള്ളിവിടാനോ അല്ലെങ്കിൽ നീ പോയി ആക്രമിച്ചിട്ട് വരാനോ ഒന്നും പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷേ നമ്മൾക്ക് എതിരായി വരുന്ന അല്ലെങ്കിൽ നമ്മളുടെ ആളുകളെ ഉപദ്രവിക്കുന്ന സംവിധാനങ്ങളെ ശരിയായ പാതയിൽ, നേരിന്റെ പാതയിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ ഇടവകളിലും ഒരു ജാഗ്രതാ സമിതി ഉണ്ടാവണം. ഓരോ ഇടവകയിലും ജാഗ്രതാ സമിതി ഉണ്ടാവണം. അവിടെ നാട്ടിൽ നടക്കുന്ന നമുക്കറിയാം 2 or 3 വാർഡുകൾ ചേർന്നതാണ് നമ്മുടെ സാധാരണ ഒരു ഇടവകൾ വരുന്നത്. അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ പകുതിയോളം വരും, അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി തന്നെ വിചാരിച്ചുകൊള്ളുക. അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ആ ഇടവക വികാരിയും ഇടവക ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾ കൃത്യമായിട്ട് അറിയണം. 2, നമ്മുടെയൊക്കെ പൊതുയോഗത്തിന് മുമ്പ് അല്പം കൂടിയൊക്കെ നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും വെള്ളയും വെള്ളിട്ട് വരുന്നവനെ പിടിച്ച് കൈക്കാരനും കമ്മിറ്റിക്കാരനും ആക്കുമല്ല ചെയ്യണ്ടേ. അതായത് സമുദായത്തോടുള്ള കാണിക്കുന്ന ഒരു വലിയ ആത്മാർത്ഥതയുള്ള ആളുകൾ മാത്രമേ വരാവുള്ളൂ. അത് വന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതിനാണെന്നറിയാവോ? സംഭവിക്കാൻ പോകുന്നത് ജനം നമ്മുടെ അടുത്തുനിന്ന് പോകും. അതായത് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലവ് ജിഹാദ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒരു കുടുംബം ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഒരു കുടുംബത്തിന് ഒരു നിയമ കുടുക്കിലേക്ക് പോയി ചാടുന്നുണ്ടെങ്കിൽ, അവിടെ കയറി നിന്ന് പോലീസ് സ്റ്റേഷനിലും ഫോറസ്റ്റ് സ്റ്റേഷനിലും പോയി ഇത് വർത്താനം പറയാനായിട്ട് ചങ്കുറപ്പുള്ള തന്റേടമുള്ള നല്ല ചേട്ടന്മാരും കൈക്കാരന്മാരും കമ്മിറ്റിക്കാരുമായിട്ട് വരണം. അവർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വികാരീശ്വരനുമായിട്ട് ഒരുമിച്ചിരുന്ന് ആ ഇടവകയിൽ നടക്കുന്ന പൾസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അറിയണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടവകകളിൽ ചർച്ച ചെയ്യപ്പെടണം. ഇടവക സമൂഹത്തിൽ നിന്ന് അറിഞ്ഞോ അറിയാതെ ഏതെങ്കിലുമൊക്കെ തരത്തില് ഇത്തരം സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാനായിട്ട് നമുക്ക് ശ്രമം നടത്തണം. ഇനി ഏതെങ്കിലുമൊക്കെ കുടുംബങ്ങൾ തകർക്കപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അവിടെ ചേർന്ന് നിൽക്കാനായിട്ട് കഴിയണം. ഇനി അത് രൂപതാ തലത്തിലേക്ക് വരണം. രൂപതാ തലത്തിൽ നമ്മുടെ നിയമജരുടേതായ ഒരു സംവിധാനം, ഒരു കൂട്ടായ്മ ഉണ്ടാകണം. നമ്മുടെ പ്രൊഫഷണൽസിൻ്റെതായ ഒരു കൂട്ടായ്മ ഉണ്ടാകണം. നമ്മളുടെ സൈക്കോളജിസ്റ്റിന്റെ ആയ ഒരു കൂട്ടായ്മ ഉണ്ടാകണം. അതുപോലെ നമുക്ക് കഴിയുന്ന എല്ലാ ഇടങ്ങളിലും നമ്മുടെ ആളുകളെ ചേർത്ത് പിടിക്കണം. ആരെയും ഉപദ്രവിക്കാനല്ല, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ആലോചിക്കുക. അതുപോലെ തന്നെ ഓരോ രൂപതകളും അല്ലെങ്കിൽ ഓരോ സംവിധാനങ്ങളും നമ്മുടെ സമൂഹത്തെ കൂടുതൽ ഈ ഇലക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടി ഇറങ്ങുന്നതിനെ കുറിച്ച് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇലക്ഷന് മുമ്പ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും താഴെ തട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബങ്ങളും നമ്മുടെ സമൂഹവും ഒക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള തീവ്രവാദികളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വല്ലാതെ അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിയമക്കുടുക്കുകളിൽ പോയി ചാടുന്ന അവസ്ഥ, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കെണികളിൽ പോയി ചാടുന്ന അവസ്ഥ, നമ്മുടെ പിള്ളേരെ ഉപദ്രവിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഒക്കെ. ഏറ്റവും ലളിതമായിട്ട് സോഷ്യൽ മീഡിയ നടക്കുന്ന ഒരു തീവ്രവാദത്തെ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഇസ്രായേൽ-ഇറാൻ യുദ്ധത്തിന്റെ ശരിതെറ്റുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വാർത്തയുടെ അല്ലെങ്കിൽ സപ്പോർട്ട് പോസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് കമന്റിൽ അടി വന്ന് ചുമ്മാ തെറി വിളിക്കുവാണ്. യാതൊരു കാര്യമില്ലാതെ ചുമ്മാ തെറി വിളിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പലരോടും വ്യക്തിപരമായിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന കുറെ ആളുകൾ അവരവരുടെ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് അവരൊരു ഡാൻസ് പ്രോഗ്രാം അവരുടെ ഫേസ്ബുക്കിൽ, അവരുടെ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ അവരിട്ടു. അടിയിൽ വന്ന് വിളിക്കുന്ന തെറിക്ക് യാതൊരു കണക്കുമില്ല. അതായത് ഇവര് യാതൊന്നും പറഞ്ഞില്ല. ഇവര് ഇറാനെ കുറിച്ച് പറഞ്ഞില്ല, മുസ്ലിം തീവ്രവാദത്തെ കുറിച്ച് പറഞ്ഞില്ല, അല്ലെങ്കിൽ കമേനിയെ കൊല്ലാൻ പറഞ്ഞില്ല, ഇതൊന്നും പറഞ്ഞില്ല. ഇവര് അവരുടെ ഒരു സന്തോഷം, ഞങ്ങൾ ഇവിടെ സുരക്ഷിതരാ, ഞങ്ങൾ ദൈവത്തിന്റെ നാട്, ഞങ്ങൾ സുരക്ഷിതരാന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അവരോട് സന്തോഷം പറഞ്ഞുള്ളൂ. അടിയിൽ വന്ന് വിളിക്കുന്ന തെറികൾ അതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളെ അങ്ങോട്ട്, നമ്മുടെ ഈ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഒത്തിരി തൊട്ടല്ലോ ഇസ്രായേലിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അവർ ഏറ്റവും മോശക്കാരായിട്ട്, ഏറ്റവും ചീത്ത ആൾക്കാരായിട്ട് അവരെ ആക്കി തീർത്ത് സമൂഹത്തിന്റെ മുമ്പിൽ അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായത്.